അപ്പോൾ നമ്മളിന്ന് പ്രോഡോയുടെ ഒരു ഡ്യുവൽ മൈക്ക് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. കളഞ്ഞായിരിക്കും. ഇതിന് 7 ദിവസത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് വന്നപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു. നോക്കാം. അയ്യോ, 2 മൈക്ക്, QR കോഡ് കൊടുത്തിട്ടുണ്ട്. സ്കാൻ ഹിയർ ടു ആക്സസ് യുവർ മാനുവൽ. യൂസർ മാനുവലിന് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിതുപോലൊരു PDF കയറി വരുന്നത്. ആ PDF നോർമൽ മാനുവൽ പോലെ തന്നെ ഒരു എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പ്രിൻ്റ് ഔട്ട് ഒരു വെച്ചിട്ടില്ല, പേപ്പറിൽ ലഭിക്കാൻ വേണ്ടി ആയിരിക്കും. പക്ഷേ അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം എൻവയോൺമെൻറ്റൽ ഇപ്പോൾ ഇതുപോലെ ഒരു 10 പ്രൊഡക്റ്റ് മേടിച്ച് കഴിയുമ്പോൾ ഒരു 10,000-10,000 പ്രൊഡക്റ്റൊക്കെ മേടിച്ച് കഴിയുമ്പോൾ അത്രയും പേപ്പർ ലാഭമല്ലേ. അത് എന്തായാലും എനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഡയഗ്രാം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ബട്ടൺ എല്ലാം കൃത്യമായിട്ട് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ജസ്റ്റ് നോക്കുക. കാര്യം നമ്മൾ യൂസർ മാനുവൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന്. കാര്യം ഞാൻ ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഓപ്പൺ ചെയ്ത് നോക്കും, പിന്നെയാണ് യൂസർ മാനുവലൊക്കെ. അങ്ങനെയാണ് എനിക്കിതിൽ 1-2 കാര്യങ്ങൾ മനസ്സിലായി. ഇതിൽ മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ യൂസർ മാനുവൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മൈക്കിൽ മ്യൂട്ട് ചെയ്യാനും ബട്ടണുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ ഡിവൈസിലും സപ്പോർട്ടാകും. ആൻഡ്രോയിഡിൽ, ഐഫോണിൽ, iOS, പിന്നെ നമ്മുടെ DSLR ക്യാമറയിലൊക്കെ സപ്പോർട്ടാകും. ഞാനെല്ലാം ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ ചാർജ് തീർന്നു. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പവർ ബാങ്ക് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യുകയും ചെയ്യാം, ഒപ്പം റെക്കോർഡിങ് നടക്കും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇത് 2 ഡിവൈസും ചാർജ് ആവുകയും ചെയ്യും. അതൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇത് നമുക്ക് DSLRലോ ഇപ്പോഴത്തെ കാണുന്ന മിറർലെസ് ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഈ ഒരു മൈക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിലും സപ്പോർട്ടാവും. അതെന്തായാലും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ വേറൊരു കാര്യം, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. പവർ ഓൺ എന്നത് ഗ്രീൻ, പവർ ഓഫ് എന്താണ് അതിൻ്റെ ഇൻഡിക്കേഷൻ, പെയ്ഡ് ഗ്രീൻ ലൈറ്റ്, ഇപ്പോൾ മ്യൂട്ടാണ്, ബ്ലൂ ലൈറ്റ്, ഫ്ലാഷിങ് ലൈറ്റ്, അങ്ങനെ ഓരോരോ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്താണ് അവിടെ സംഭവിക്കുന്നില്ല മൈക്രോഫോണിൽ, അല്ലെങ്കിൽ ഇതിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും ആ ഇൻഡിക്കേഷൻ വഴി. ഓക്കെ, ജസ്റ്റ് നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നൊക്കെ. വെറുതെ വലിച്ചു കിട്ടുന്നില്ല. ബോക്സിൽ ഒരു ഒരു മൈക്ക്, ഹൗസ് കേബിള്, ഒരു USB കേബിള്, പിന്നെ ഇത് ഫോണിൽ കണക്ട് ചെയ്യാനുള്ള 2 ഉണ്ട്. ലൈറ്റ്നിങ് ഉണ്ട്, സിയും ഉണ്ട്. അപ്പോൾ 2 മൈക്കുണ്ട് നിലവിൽ. നമുക്ക് ഏതെങ്കിലും ഒരു ഫോണിൽ കണക്ട് ചെയ്ത് നോക്കാം. കണക്റ്റ് ചെയ്താൽ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഗ്രീൻ ലൈറ്റ് ബ്ലിങ്കായി. ഹലോ, ഒന്നും വന്നില്ല. അപ്പോൾ ഓക്കെ, അതിന് പവർ ഓൺ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് പവർ ഓൺ ചെയ്യുക. ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്രീൻ ഇൻഡിക്കേഷൻ വരും. വോളിയം ബട്ടൺ ഉണ്ട്, സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, പവർ ബട്ടണും സ്റ്റോപ്പ് ബട്ടണും ഒരുമിച്ചാണ്. അപ്പോൾ ഇതിൽ ലോങ് പ്രസ് ചെയ്യുക. ഹലോ ഓക്കെ, ഇതിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഞാനൊരു 1 മീറ്റർ മാറി നിന്ന് സംസാരിച്ച് നോക്കാം. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ഇതുണ്ടോ വോളിയം ഇത് വരുന്നുണ്ടെന്ന്. ഇത് ഒരു മൈക്ക് ഞാൻ എടുത്തുള്ളൂ. ഒരു 10 അടി 12 അടി റൂമിന് പുറത്ത്
മാറി നിന്ന് സംസാരിച്ച് നോക്കാം. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര അതുണ്ടോ വോളിയം ഇത് വരുന്നുണ്ടെന്ന്. ഇത് ഒരു മൈക്ക് അടുത്തുള്ളൂ ഒരെണ്ണം അവിടെ വെച്ച് ഒരു 10 അടി 12 അടി റൂമിന് പുറത്ത് ഇപ്പൊ എന്തായി 15 മീറ്റർ വരെ കിട്ടുമെന്ന് തോന്നുന്നു. 10 മീറ്റർ റൂമിന്റെ വെളി എന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം അതല്ല, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ നമുക്ക് ഇതിൽ കുഴപ്പമില്ല. ഇച്ചിരി മൈക്ക് ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ക്ലോസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ശബ്ദത്തിന് പതർച്ചയുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ മൈക്ക് എടുക്കാം. ഈ രണ്ടാമത്തെ മൈക്ക് ഓൺ ചെയ്യുമ്പം ഇതിൻ്റെ ബാക്കിൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓൺ ആയോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. വേണ്ട, നമ്മൾ പറയുന്ന ലൈവായിട്ട് ഈ ഇയർഫോണിൽ കൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിനു വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ എത്ര വോയിസ് വരുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിതിൽ സംസാരിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഇയർഫോണിൽ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നല്ല ക്ലിയർ വോയിസാണ്. സംഗതി ഇത് 89 റിയാലാണ്. പക്ഷെ അതിനുള്ളൊരു മുതലുണ്ട്. 89 എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിൽ 2000 രൂപ. കുഴപ്പമില്ല, കൊള്ളാം. 15 Pro Maxൽ ചെക്ക് ചെയ്ത് നോക്കാം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല. കണക്ട് ചെയ്ത് ഇപ്പം നമ്മൾ നോക്കിയത് 11ലാണ്, അതായത് ലൈറ്റ്നിങ് പോർട്ടിൽ. നമുക്ക് 15 ഇതിൽ നോക്കാം. അപ്പോൾ പ്രോ മാക്സിൽ നോക്കാം. പ്രോ മാക്സിൽ എന്തായാലും കണക്റ്റ് ആവാതിരിക്കില്ല. 2 മൈക്കും ഉണ്ട്. യെസ്, അപ്പോൾ അത് കണക്ട് ചെയ്യുക. ഇവിടെ വന്നു നമുക്ക് ലൈവായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആദ്യമേ ചെക്ക് ചെയ്യണം. ഹലോ 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 ഓക്കെ, 2 മൈക്കും കേൾക്കുന്നുണ്ട്. ഹലോ ഹായ്. ഓഡിയോ നല്ല ക്ലിയർ ഇതാണ് കേട്ടോ, നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇത് കണ്ടോ, ഒരു വേവ്, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഇത് എന്തായാലും നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ ഒരുപാടെത്തുന്നുണ്ട്. പക്ഷേ ശബ്ദം ഇതാവുന്നുണ്ട്, പതർച്ചയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് സംസാരിക്കുന്നതാണ് നല്ലത്. ക്ലിയർ വോയിസ് ആവും, പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും, പതർച്ച ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഇത് തന്നേക്കുന്നത് വെച്ചാൽ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മൈക്ക് ഇതുപോലുള്ള കോളറിൽ അല്ലെങ്കിൽ ഇതുപോലെ ബട്ടൺ ഈ സൈഡിലും ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് വരില്ല. ഗ്യാപ്പിൽ ക്ലിയർ വോയിസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇതിന് ഞാൻ റെക്കോർഡ് ചെയ്യുന്നവർക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ വോയിസാണ്. ഞാൻ വേണമെങ്കിൽ അതിൽ റെക്കോർഡ് ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. മൈക്ക് മാറി പറയും. ഹലോ 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 ഓക്കെ. ഇപ്പോൾ രണ്ടും കുഴപ്പമില്ല, രണ്ടും ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഒരു 4 അടി ഡിസ്റ്റൻസ്. 2 മൈക്കുണ്ട്, രണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇപ്പൊ ഏകദേശം 10 മീറ്റർ ആയി. ഞാൻ പറഞ്ഞ ഡിസ്റ്റൻസിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പാണ്, അപ്പം ഒരുപാട് ആൾക്കാർ ഉണ്ട്. എനിക്ക് തോന്നുന്ന ഈ 20 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് മൈക്ക് കട്ടായി ഏകദേശം 20 മീറ്റർ 25 മീറ്റർ കഴിഞ്ഞിട്ടുണ്ട് ഇത് വോയിസ് ബ്രേക്ക് ആയി തുടങ്ങും. പിന്നെ നമുക്ക് ഇച്ചിരി വോയിസ് നന്നായിട്ട് ബ്രേക്ക് ആയിട്ടാണ് കേൾക്കുന്നത്. ഏകദേശം 20-25 മീറ്റർ ഒക്കെ ആയി കഴിഞ്ഞിട്ട് വോയിസ് ബ്രേക്ക് ആയതാണ് നിങ്ങൾ കേട്ടത്. പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്തത്. അപ്പം നമുക്ക് 25 മീറ്റർ ഒക്കെ ധാരാളമാണ്. നല്ല വോയിസ് ക്ലാരിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ ക്യാമറയിലെ നമ്മുടെ DSLR വർക്ക് ചെയ്യാൻ നോക്കാം. ഞാൻ ഇടയ്ക്ക് ഒരു DSLR മേടിച്ചു, ഇതിൻ്റെ റിവ്യൂ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇവിടെ ഒരു പോർട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഈ ഓക്സ് കേബിൾ കണക്ട് ചെയ്യണം. ഇത് കണക്ട് ചെയ്ത് ഇവിടെ 2 ജാക്കുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ കണക്ട് ചെയ്യുക. ഇത് ഹെഡ്ഫോണിൻ്റെ, ഇത് ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ ഓക്സ് കേബിൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ
ഓൺ ചെയ്യുക. അപ്പോൾ അഗ്നി ഓൺ ചെയ്തിട്ട് മൈക്കും എടുക്കുക, ഓൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ എവിടെയും ക്യാമറയിൽ ഇങ്ങനെ ഇത് മൗണ്ട് ചെയ്യുക. അപ്പോൾ നിലവിൽ ഇത് മൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു ഇതിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് താഴെ പുറത്ത് പോയി ചെക്ക് ചെയ്യാം. ഇവിടെ ഡിസ്റ്റൻസ് അത്ര കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ക്യാമറയിൽ ചെക്ക് ചെയ്യാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഇവിടെ നല്ല ശരിക്കും ആക്ച്വലി പുറത്ത് നല്ല കാറ്റും ഇതൊക്കെ ഉള്ള കാരണം പറയുന്ന കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസിൽ പിടിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കേൾക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടണം. താങ്ക് യു ഓൾ.